ഹലോ മൈ ഡിയേഴ്സ്, ഇന്നത്തേത് നിങ്ങളെക്കുറിച്ചുള്ള ഒരു റീഡിംഗ് ആണ്. നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ, നിങ്ങളുടെ ക്യാരക്ടർ, നിങ്ങളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ എന്താണ്, നിങ്ങളുടെ പാസ്റ്റിൽ നിങ്ങൾ കടന്നു വന്നിട്ടുള്ള സിറ്റുവേഷൻ എന്താണ്, നിങ്ങളിനി എങ്ങോട്ടേക്കാണ് നിങ്ങളുടെ ലൈഫിൽ പോകാൻ പോകുന്നത്, നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്ന മെസ്സേജ് എന്താണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ റീഡിങ്ങിലൂടെ നോക്കണം. ഈ റീഡിംഗ് കാണുന്നതിന് മുമ്പ്, ഈ റീഡിംഗ് നിങ്ങളുടെ കൺമുന്നിൽ എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ റീഡിങ്ങിലേക്ക് വരുന്നതിന് മുൻപ് ഒന്ന് റിലാക്സ് ചെയ്തിട്ട് വേണം വരാൻ. അതിനുശേഷം ഈ റീഡിംഗ് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ഈ റീഡിംഗ് റെസണേറ്റ് ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കണം. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. നിങ്ങൾക്ക് വേണ്ടി യൂണിവേഴ്സ് കരുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നിങ്ങളെക്കുറിച്ച് എന്താണ് യൂണിവേഴ്സ് നിങ്ങളെക്കുറിച്ച് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. നിങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ ലൈഫിലുണ്ടായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് നിങ്ങളുടെ പാസ്റ്റിനെ കുറിച്ചൊരു കാർഡ് നോക്കാം. നിങ്ങളുടെ ഇപ്പോഴത്തെ ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യാൻ കാരണമായിട്ടുള്ള കാര്യം എന്താണെന്ന് നമുക്ക് നോക്കാം. അത് നിങ്ങളുടെ ഒരു ലൈഫിലുണ്ടായിട്ടുള്ള മേജർ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. എന്താണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യാൻ കാരണമായിട്ടുള്ള മേജറായിട്ടുള്ള കാര്യം എന്താണെന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോൾ നിങ്ങൾ കൊണ്ടു നടക്കുന്ന ഒരു ഹിഡൻ വൂണ്ട് എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് നിങ്ങൾ ഇമോഷണലി സോൾവ് ചെയ്യാത്തൊരു കാര്യം നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു എനർജി ഉണ്ടെങ്കിൽ അതെന്താണെന്ന് നമുക്ക് നോക്കാം. കാർഡ് നമ്പർ 2. അവിടെ നമുക്ക് 2 കാർഡ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ആൻഡ് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു നിമിഷം അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് നോക്കാം. ഓക്കെ, ആൻഡ് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്ന മേജർ ചേഞ്ച് എന്താണ് എന്ന് നോക്കാം. നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്ന മേജർ ചേഞ്ച്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ എന്തോ ഒരു കാര്യം നിങ്ങൾ റിലീസ് ചെയ്യേണ്ടതായിട്ടുണ്ട്, വിട്ട് കളയേണ്ടതായിട്ടുണ്ട്. അത് എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വിട്ട് കളയേണ്ട ഒരു എനർജി എന്താണെന്ന് നോക്കാം. ഓക്കെ, ആൻഡ് നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ബ്ലെസ്സിങ് എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ബ്ലെസ്സിങ്, നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ബ്ലെസ്സിങ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന മെസ്സേജ് ഓർ അഡ്വൈസ്, ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. നിങ്ങൾക്കായിട്ടുള്ള ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന ഗൈഡൻസ്. ഓക്കെ, സോ നമ്മൾ കാർഡ്സ് എടുത്തിട്ടുണ്ട്. നമുക്കിനി കാർഡ്സ് ഒന്ന് റിവീൽ ചെയ്ത് നോക്കാം. ഓക്കെ, കാർഡ് നമ്പർ 1, നിങ്ങളുടെ പാസ്റ്റുമായി ബന്ധപ്പെട്ട ഒരു കാര്യം, നിങ്ങളെ ഷേപ്പ് ചെയ്യാൻ കാരണമായിട്ടുള്ള ഇപ്പോഴത്തെ നിങ്ങളുടെ ക്യാരക്ടറിന് കാരണമായിട്ടൊരു കാര്യമുണ്ട്. 2 ഓഫ് കപ്സ് ആണ് കാർഡ് കിട്ടിയിരിക്കുന്നത്. ആൻഡ് നിങ്ങളുടെ മനസ്സിനുള്ളിലുള്ള ഒരു മുറിവ് എന്താണെന്ന് നോക്കാം. ദ ചാരിയറ്റ് ആൻഡ് പേജ് ഓഫ് കപ്സ്, ഈ 2 കാർഡ്സാണ് വന്നിട്ടുള്ളത്. ആൻഡ് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് നോക്കാം. ദ സൺ എന്ന് പറയുന്ന കാർഡാണ്. ആൻഡ് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നൊരു മാറ്റം അല്ലെങ്കിൽ എന്ത് ചേഞ്ചാണ് വന്നുകൊണ്ടിരിക്കുന്നത് നോക്കിയപ്പോൾ ദ ഹെർമിറ്റ് എന്ന് പറയുന്നൊരു കാർഡാണ്. ആൻഡ് നിങ്ങൾ റിലീസ് ചെയ്യേണ്ട കാര്യം, നിങ്ങൾ മാറ്റേണ്ട കാര്യം എന്താണ് എന്ന് നമുക്ക് നോക്കാം. സോ നിങ്ങൾ മാറ്റേണ്ട കാര്യം 9 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ആൻഡ് നിങ്ങളെ വെയിറ്റ് ചെയ്യുന്ന ബ്ലെസ്സിങ് എന്താണെന്ന് നോക്കാം കേട്ടോ. 7 ഓഫ് കപ്സ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് ഗൈഡൻസ്, അഡ്വൈസ് എന്താണെന്ന് നോക്കാം. ദ ഫൂൾ എന്ന് പറയുന്ന കാർഡാണ്. ആൻഡ് നിങ്ങളുടെ ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് 8 ഓഫ് പെൻറ്റക്കിൾസ് റിവേഴ്സ് ആണ്. ഓക്കെ, സോ നമുക്കിന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. സോ നിങ്ങളുടെ ബോട്ടം ഓഫ് ദി ഡെക്ക് പറയുന്നത് നിങ്ങൾക്കൊരു റിവേഴ്സ് കാർഡാണ് ഫസ്റ്റ് കിട്ടിയിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നൊരു ഫീലിംഗ് ഉണ്ടായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു ഇനി എത്ര കാലം ഞാൻ വെയിറ്റ് ചെയ്യണം, ഞാൻ ഇത്രയും എഫേർട്ട് ഇട്ടിട്ട് എൻ്റെ ലൈഫിൽ റിസൾട്ട് കിട്ടുന്നില്ല, ഞാൻ എത്ര കാലം കൂടി ഇനി വെയിറ്റ് ചെയ്യണം, ഞാൻ ആഗ്രഹിക്കുന്നൊരു റിസൾട്ട് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നൊരു ജീവിതം എനിക്ക് കിട്ടാൻ വേണ്ടി ഞാൻ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ട് എനിക്ക് കിട്ടുന്നില്ലല്ലോ എന്നുള്ളതാണ്. അവിടെ നിങ്ങൾക്ക് പലപ്പോഴും പൊട്ടിത്തെറിക്കേണ്ട ഒരു അവസ്ഥ ലൈഫിൽ വന്നിട്ടുണ്ടായിരിക്കാം. നിങ്ങൾക്ക് ഒരു മോട്ടിവേഷനും ലൈഫിൽ കിട്ടുന്നില്ലായിരിക്കാം. ഇനി ഒന്നും ചെയ്യേണ്ട എന്ന് തോന്നുന്ന ഒരു എനർജി പോലും നിങ്ങൾക്ക് ഉണ്ടാവും. ഒരു കാര്യവും നിങ്ങൾക്ക് തുടർച്ചയായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. വളരെ ഫ്രസ്ട്രേഷൻ തോന്നും. കാരണം ഒരുപാട് കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പല ആളുകളോടും നിങ്ങൾ ഒരുപാട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊക്കെ നിങ്ങളെ ഒരു ഫ്രസ്ട്രേഷനിലേക്കാണ് ഫൈനലി എത്തിച്ചിരിക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ, നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ ചിലരൊക്കെ വളരെ ആത്മാർത്ഥമായിട്ട് പഠിച്ചിട്ട്
നിങ്ങൾ വിചാരിച്ചതുപോലെ ഒരു ജോലി കിട്ടിയിട്ടില്ല, റിസൾട്ട് കിട്ടിയിട്ടില്ല, ഒരുപാട് കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ട് അതിനനുസരിച്ചുള്ള ഒരു ഫൈനാൻസ് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ച പോലെയുള്ളൊരു പേഴ്സണൽ ഗ്രോത്ത് നിങ്ങൾക്ക് വന്നിട്ടില്ല. നിങ്ങൾക്ക് എപ്പോഴും തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ അർഹിക്കുന്നതൊന്നും നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അതായത് നിങ്ങൾ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടും നിങ്ങൾ വിചാരിച്ച രീതിയിലുള്ളൊരു പ്രോപ്പർ റിവാർഡ് നിങ്ങൾക്ക് ലൈഫിൽ ലഭിച്ചിട്ടില്ലാത്ത ഒരാളാണ്. ഓക്കെ, സോ നിങ്ങൾക്കിപ്പോൾ ജീവിതത്തിന് തന്നെ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളോടും ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരു സിറ്റുവേഷനിലായിരിക്കും നിങ്ങളിപ്പോൾ കടന്നു പോകുന്നത്. ഓക്കെ, ഒരിക്കലും നിങ്ങൾ വളരെയധികം ആഗ്രഹിച്ച് അല്ലെങ്കിൽ അത് നേടിയപ്പോൾ അല്ലെങ്കിൽ ആ ഒരു കാര്യം ലൈഫിൽ വന്നപ്പോൾ ഒരുപാട് ആഗ്രഹിച്ച് സന്തോഷിച്ച ഒരു കാര്യത്തിനോട് ഇപ്പോൾ നിങ്ങൾക്ക് തീരെ ഇൻട്രസ്റ്റ് ഇല്ല, അല്ലെങ്കിൽ അത് നിങ്ങൾ വിട്ട് കളയാനുള്ളൊരു മനസ്സിലാണ്. നിങ്ങൾ ഒരുപാട് അതിൽ എഫേർട്ട് ഇട്ടിട്ടും അതൊന്നും നിങ്ങൾക്ക് തിരിച്ച് ഫലം ലഭിക്കാത്തപ്പോൾ നിങ്ങൾ ആ റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, നിങ്ങൾ ആഗ്രഹിച്ച കരിയർ ആയിക്കോട്ടെ, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളായിക്കോട്ടെ, അതിനൊക്കെ ഒരു ഇൻട്രസ്റ്റ് ഇല്ലായ്മ അല്ലെങ്കിൽ നിങ്ങൾക്കതൊന്നും വേണ്ട എന്നുള്ളൊരു തോന്നലിലേക്ക് നിങ്ങളിപ്പോൾ എത്തിയിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ പല ഇടത്തും പല റിലേഷൻഷിപ്പുകളിലും പല വ്യക്തികളിലും പല കാര്യങ്ങളിലും ഇപ്പോൾ പഠനമായിക്കോട്ടെ അല്ലെങ്കിൽ ചില വ്യക്തികൾക്ക് ചെയ്തു കൊടുത്ത കാര്യങ്ങളിലായിക്കോട്ടെ ഒക്കെ നിങ്ങളിട്ട ആ ഒരു എനർജി, നിങ്ങളിട്ട എഫേർട്ട് അതെന്തിനായിരുന്നു എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് നിങ്ങൾക്ക്. എപ്പോഴും നിങ്ങൾ റിവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങളിപ്പോൾ വീണ്ടും വീണ്ടും ഇങ്ങനെ റീവാലുവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണിപ്പോൾ. ഓക്കെ, ആൻഡ് നിങ്ങളുടെ പാസ്റ്റ് നിങ്ങളെ ഷേപ്പ് ചെയ്ത ഒരു ക്യാരക്ടർ എന്താണെന്ന് നോക്കിയപ്പോൾ നിങ്ങളുടെ പാസ്റ്റിൽ ആക്ച്വലി ദർ ഇസ് ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടായിരുന്നു, ഒരു മീനിങ് കണക്ഷൻ, അല്ലെങ്കിൽ ആരോടോ ഉള്ള ഒരു പാർട്ട്ണർഷിപ്പ്, വളരെ അടുത്ത ഒരു ഇമോഷണൽ ബോണ്ട്, അതുപോലെ തന്നെ രണ്ട് വ്യക്തികൾ തമ്മിൽ കണ്ടുമുട്ടിയപ്പോൾ ഉണ്ടായ എന്തോ കാര്യം. ചിലപ്പോൾ അത് നിങ്ങളുടെ പാർട്ട്ണറായിരിക്കാം. ഓക്കെ, ആ ഒരു കാര്യം, ആ ഒരു റിലേഷൻ, ആ വ്യക്തി ഒക്കെയാണ് നിങ്ങളുടെ ലൈഫിൽ മേജർ ചേഞ്ചിന് കാരണമായിട്ടുള്ളത്. സോ ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് എന്ന് തന്നെ ഇല്ല, ബട്ട് ഒരു വളരെ അടുത്ത ബന്ധമുള്ള ഒരു വ്യക്തി. ഓക്കെ, ഒരു ക്ലോസ് ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം, മാരേജ് ആയിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ട്ണർ ആയിരിക്കാം, അല്ലെങ്കിൽ ചില വ്യക്തികൾ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്നിട്ട് അവർക്ക് നിങ്ങളെ വളരെ നന്നായിട്ട് നിങ്ങളെ മനസ്സിലാക്കി എന്ന് നിങ്ങൾ വിചാരിച്ച വ്യക്തിയായിരിക്കാം അവർ. ഓക്കെ, സോ ആ ഒരു പേഴ്സണുമായിട്ട് നിങ്ങൾക്ക് വളരെയധികം ഇമോഷണൽ കണക്ഷൻ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ പരസ്പരം കുറേ മനസ്സിലാക്കിയിട്ടുണ്ട്, അഫെക്ഷൻ, വിശ്വാസം, അങ്ങനെ കമ്പാനിയൻഷിപ്പ് എല്ലാം നിങ്ങൾക്കൊരു ഭയങ്കര ഒരു കൂട്ട് ആ ഒരു വ്യക്തിയായിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇപ്പോൾ നിങ്ങളെ മറ്റൊരാൾ നിങ്ങൾ മനസ്സിലാക്കുന്നത് പോലെ തന്നെ മനസ്സിലാക്കിയാൽ എങ്ങനെ ഇരിക്കും, ആ ഒരു രീതിയിൽ ആ ഒരു റിലേഷൻഷിപ്പ് വളർന്നിട്ടുണ്ട്. ഓക്കെ, സോ നിങ്ങളെ ഷേപ്പ് ചെയ്തിരിക്കുന്നത് ഈ ഒരു കാര്യമാണ്. ഓക്കെ, ഈ ഒരു എൻവയോൺമെൻറ്റാണ്. ഇപ്പോൾ ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ലോങ് ലാസ്റ്റിംഗ് ആയിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ചതുപോലെ തന്നെ ആയിരുന്നു എന്നല്ല പറയുന്നത്. ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈവൻ ഒരു ഹാർട്ട് ബ്രേക്ക് പോലും ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. ഈ ഒരു കണക്ഷനാണ് നിങ്ങളുടെ ഇന്നത്തെ അവസ്ഥ അല്ലെങ്കിൽ നിങ്ങളുടെ ഇന്നത്തെ ചിന്താഗതിക്ക് പോലും കാരണമായിട്ടുള്ള ഒരു കാര്യം. ഈ ഒരു കണക്ഷൻ എന്ന് പറയുമ്പോൾ ഇതൊരു വ്യക്തിയുമായിട്ടല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു എന്തോ ഒരു കാര്യത്തിനോട് ഒരു നിങ്ങൾ നേടണം, വളരെ ആഗ്രഹിച്ച് നേടണം എന്ന് കരുതിയ ഒരു കാര്യത്തിനോട് വളരെയധികം പാഷനോടുകൂടി നിങ്ങൾ സ്നേഹിച്ച് പഠിച്ച കാര്യമായിരിക്കാം, നേടണം എന്ന് ആഗ്രഹിച്ച കരിയറായിരിക്കാം, അതിനോട് ഭയങ്കര ഒരു ആത്മബന്ധം നിങ്ങൾ പുലർത്തിയിരുന്നു. സോ അതിൽ നിങ്ങൾ കുറേ എഫേർട്ട് ഇട്ടിട്ടുണ്ട്. സോ അത് നിങ്ങളെ ഒരുപാട് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളെ മനസ്സിലാക്കിച്ചിട്ടുണ്ട്. ഓക്കെ, നിങ്ങളുള്ള ഹിഡൻ വൂണ്ട് എന്താണെന്ന് നോക്കിയപ്പോൾ നിങ്ങൾക്ക് 2 കാർഡ്സ് കിട്ടിയിട്ടുണ്ട്. ഒന്ന് പേജ് ഓഫ് കപ്സ് ആൻഡ് ചാരിയറ്റ്. ഓക്കെ, ഈ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് നിങ്ങളെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയുന്ന ഒരു കോമ്പിനേഷനാണ്. അതായത് ഇമോഷണലി നിങ്ങൾ വളരെയധികം ശരിക്കും പറഞ്ഞാൽ സെൻസിറ്റീവാണ്, നിങ്ങൾ ഇന്നസെൻ്റ് ആണ്, ഇപ്പോഴും ജീവിതത്തിനോട് നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. ആൻഡ് അതേ സമയത്ത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പല കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഫോക്കസ് ചെയ്തിട്ടില്ല. ഓക്കെ, നിങ്ങളിൽ ഫോക്കസ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ട്. മറ്റുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ സ്നേഹബന്ധങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്, അവരെ തൃപ്തിപ്പെടുത്താൻ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് നിങ്ങളുടെ കരിയറിലുള്ള കോൺസെൻട്രേഷൻ ആയിരിക്കാം, നിങ്ങളുടെ ലൈഫിലുള്ള കോൺസെൻട്രേഷൻ ആയിരിക്കാം പലപ്പോഴും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഓക്കെ, സംടൈംസ് അതായത് ചില ആളുകളോട്
ചില ഫീലിങ്സൊക്കെ കൺട്രോൾ ഇല്ലാതെ നിങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ദേഷ്യമായിരിക്കാം, സ്നേഹമായിരിക്കാം, എന്ത് ഫീലിങ്സും ആയിരിക്കാം. ബട്ട് നിങ്ങൾ ചില സമയത്ത് നിങ്ങളെ നിയന്ത്രിക്കേണ്ടതിന് പകരം നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ഇമോഷനെ അഴിച്ചു വിട്ടിട്ടുണ്ട്. ഓക്കെ, മേ ബി ഇത് വർക്ക് ചെയ്യും എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ പറഞ്ഞതായിരിക്കാം പല കാര്യങ്ങളും. ഓക്കെ, ഒരു ലവ് ലൈഫ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ റൈറ്റ് ആയിട്ടുള്ള ആളെ ആയിരിക്കത്തില്ല ചിലപ്പോൾ ചൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ മനസ്സിൻ്റെ കൺട്രോൾ നഷ്ടപ്പെട്ട് നിങ്ങൾ ചിലപ്പോൾ പല കാര്യങ്ങളും തുറന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അതൊരു ഇമോഷണൽ ഡിസപ്പോയിൻമെൻറ്റിലേക്ക് നിങ്ങളെ എത്തിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, സോ നിങ്ങൾ ശരിക്കും വളരെയധികം ഹോപ്പ്ഫുൾ ആയിരുന്നു ആ ഒരു കാര്യത്തിൽ. പക്ഷേ ശരിക്കും ഇവിടെ നിങ്ങൾക്ക് പറ്റിയ ആ ഒരു വേദന എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളൊരു പ്രശ്നം ശരിക്കും നിങ്ങൾ നിങ്ങളിലേക്കായിരുന്നു കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്, നിങ്ങളുടെ ലൈഫിലേക്കായിരുന്നു, നിങ്ങളുടെ കരിയറിലേക്കായിരുന്നു, നിങ്ങളുടെ ഇമ്പ്രൂവ്മെൻറ്റിലേക്കായിരുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രോത്തിലേക്കായിരുന്നു. സോ ആ ഒരു വൂണ്ട് നിങ്ങൾക്ക് അങ്ങനെ തന്നെ സ്റ്റിൽ ഇപ്പോഴും ഉണ്ട്. നിങ്ങൾക്ക് ആ നഷ്ടപ്പെട്ട സമയം, നഷ്ടപ്പെട്ട ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ വൂണ്ടായിട്ട് നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ ഓർക്കാറുണ്ട്. ഓക്കെ, ഒരു ചാരിയറ്റ് എനർജി എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഫോക്കസോടുകൂടി മാത്രം പോകാൻ പറ്റുന്ന ഒരാളാണ്. പക്ഷേ അവിടെ ഡിസ്ട്രാക്ഷൻ വന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സമയം നഷ്ടപ്പെട്ടതിൽ നല്ല വിഷമമുണ്ട്. ആ ഒരു വൂണ്ട് നിങ്ങൾക്കുണ്ട്. സോ നിങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷകളും ഫീലിങ്സും ഒക്കെ ഉണ്ടായിരുന്നു. ചില സമയത്ത് നിങ്ങൾക്കത് വേണ്ട രീതിയിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയിട്ടില്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊന്നും. ഓക്കെ, ആൻഡ് ഇപ്പോൾ എന്താണ് നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഇറ്റ്സ് എ പോസിറ്റീവ് കാർഡ്. സണ്ണാണ്. അതൊരു സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു കാർഡാണ്. ആക്ച്വലി നിങ്ങളുടെ എന്തൊക്കെയോ നഷ്ടപ്പെട്ട കാര്യങ്ങൾ തിരിച്ച് പ്രസൻറ്റ് മൊമെൻറ്റിൽ അത് വരുന്നു എന്നുള്ളതാണ് ഇത് കാണിക്കുന്നത്. ഓക്കെ, ആക്ച്വലി ഈ രണ്ട് ഇമോഷണൽ സ്റ്റേറ്റിന് ശേഷം നിങ്ങൾക്ക് സഡൻ ആയിട്ട് വന്നത് സൺ എന്ന് പറയുന്നൊരു കാർഡായതുകൊണ്ട് തന്നെ നിങ്ങൾക്കിപ്പോൾ ലൈഫിൽ ക്ലാരിറ്റി വരാനുള്ള, കോൺഫിഡൻസ് വരാനുള്ള, സന്തോഷങ്ങൾ വരാനുള്ള, ഓക്കെ, നിങ്ങൾ വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടിരിക്കുന്ന, ജീവിതത്തിൽ ഒരുപാട് സന്തോഷവും സക്സസ്സും ഒക്കെ വരേണ്ട ഒരു ടൈമിലാണ് ഇപ്പോൾ നിങ്ങളുള്ളത്. മേ ബി നിങ്ങൾ അറിയുന്നില്ലെങ്കിൽ കൂടെ അതിൻ്റെ ഒരു ബിഗിനിങ് അവിടെ സ്റ്റാർട്ടായിട്ടുണ്ട്. നിങ്ങളുടെ ആ ഒരു എന്താ പറയുക, നിഴലൊക്കെ മാറി ആ ഒരു വെളിച്ചം ലൈഫിൽ വരുന്ന ഒരു സമയമാണ്. നിങ്ങളത് നോക്കി സന്തോഷിക്കേണ്ട ഒരു സമയമാണ്. ഓക്കെ, സോ ഇവിടെ ഈ ഒരു സൺ കാർഡ് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്തൊക്കെയോ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കിട്ടേണ്ടത് കിട്ടിയിട്ടില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മനസ്സിലാക്കുക, നിങ്ങൾക്കിപ്പോൾ ആ ഒരു ഡാർക്ക്നെസ്സിൽ നിന്ന്, ആ ഒരു ഇരുട്ടിൽ നിന്ന് പുറത്തേക്ക് നിങ്ങൾ ഇറങ്ങേണ്ട, അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ ടൈമാണ്. ശരിക്കും നിങ്ങളുടെ ലൈഫിൽ ഒരു ട്രാൻസ്ഫോർമേഷനാണ്. ബിലീവ് മൈ വേർഡ്സ് ആൻഡ് മാർക്ക് ഇറ്റ്. നിങ്ങൾ അത് എങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ കാര്യങ്ങളുമായിട്ട് താരതമ്യം ചെയ്ത് നോക്കിക്കോളൂ. നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങളായിരിക്കും തീർച്ചയായിട്ടും. ഓക്കെ, സോ നിങ്ങളുടെ കുറേ ഇമോഷണൽ വേദനകൾക്ക് ശേഷം നിങ്ങളുടെ ലൈഫ് ശരിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നൊരു ടൈമാണ്. ആൻഡ് നിങ്ങളുടെ മേജർ ആയിട്ടുള്ള ഒരു ചേഞ്ച് വരാൻ പോകുന്നൊരു കാര്യം ഒരു ഹെർമിറ്റ് എന്ന് പറഞ്ഞ കാർഡാണ്. ഇറ്റ്സ് ഓൾസോ എ മേജർ ആർക്കാന കാർഡ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു എനർജിയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്, മാറ്റമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ശരിക്കും ഇൻറ്റേർണലി നിങ്ങൾ ശരിക്കും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ പുറമേ നിന്ന് നോക്കുമ്പോൾ വലിയ മാറ്റമോ ഒന്നും അല്ലായിരിക്കും, പക്ഷേ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് ഒരുപാട് ബൗണ്ടറീസ് നിങ്ങൾ സെറ്റ് ചെയ്യുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ട്രാൻസ്ഫോർമേഷനുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങളാണ് നിങ്ങൾക്ക് വഴി തെളിച്ച് പോകേണ്ടത്. ദർ ഇസ് നോ വൺ എൽസ്. നിങ്ങളെ ഉള്ളൂ നിങ്ങൾക്ക് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ തോന്നുന്നത് ശരിക്കും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്ന് മാറിയിട്ട് നിങ്ങളെ മനസ്സിലാക്കാൻ, നിങ്ങൾക്ക് വേണ്ടി ജീവിക്കണം എന്നൊക്കെ തോന്നുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങളിപ്പോൾ വളരെ സെലക്റ്റീവ് ആവുന്നുണ്ട് ലൈഫിൽ. സെലക്റ്റീവ് ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരോടൊക്കെ മിണ്ടണം, എങ്ങനെയൊക്കെ മിണ്ടണം എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ വളരെ സെലക്റ്റീവാണ്. റിലേഷൻഷിപ്പുകളുടെ കാര്യത്തിൽ, ഫ്രണ്ട്ഷിപ്പിൻ്റെ കാര്യത്തിൽ, ആളുകളോട് ഇൻട്രാക്ട് ചെയ്യുന്ന കാര്യത്തിൽ, നിങ്ങളുടെ കരിയർ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ ഇപ്പോൾ നിങ്ങൾ സൊസൈറ്റിയെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയൊക്കെ മാറ്റിക്കാണും. നിങ്ങൾക്ക് സോളിന് ഹാപ്പിനെസ് എന്താണോ ആ ഒരു കരിയർ ആയിരിക്കും നിങ്ങൾ തിരഞ്ഞെടുക്കാൻ പോകുന്നത്. ഓക്കെ, ബാക്കിയുള്ളവരുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങളിനി നോക്കില്ല. ബിക്കോസ് നിങ്ങളെ സന്തോഷിപ്പിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങളുടെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നൊരു ടൈമായിരിക്കും. ആ ഒരു എനർജിയിലേക്കാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളെ ആരൊക്കെ കോൺടാക്റ്റ് ചെയ്യണം, നിങ്ങളുടെ കാര്യങ്ങൾ ആരൊക്കെ അറിയണം, ഇതൊക്കെ നിങ്ങൾക്കാണ് ഇനി തീരുമാനിക്കാൻ പറ്റുക. വേറൊരാൾക്കും ഇനി നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് അനാവശ്യമായിട്ട് ഇടപഴകാൻ നിങ്ങളിനി സമ്മതിക്കില്ല എന്നുള്ളതാണ്. സോ നിങ്ങൾക്ക് കൂടുതലായിട്ടും നിങ്ങളോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യാനായിട്ടായിരിക്കും ഇഷ്ടം. ഓക്കെ, അത് ഞാൻ ലോൺലിനെസ് എന്ന് പറയുന്നില്ല, ഒരു ഹാപ്പി പർപ്പസാണത്. ശരിക്കും പറഞ്ഞാൽ അവനവൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഉള്ള ഒരു കാര്യം, സോളിറ്റ്യൂഡ് എന്ന് പറയാം. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് എന്താണ് ശരിക്കും ലൈഫിൽ വേണ്ടത്,
എൻ്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ചാണോ ഞാൻ ജീവിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ ലൈഫിലൊരു പാറ്റേൺ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുണ്ടോ, ഇതിന് ഞാൻ എങ്ങനെ പുറത്ത് കിടക്കണം, ഞാൻ എന്താണ് ശരിക്കും ചെയ്യേണ്ടതെന്നൊക്കെയുള്ള കാര്യങ്ങൾ, ശരിക്കും നിങ്ങളുടെ ലൈഫിൽ എന്താണ് വേണ്ടത്, നിങ്ങൾക്ക് വേണ്ടതെന്നുള്ള കാര്യം ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് തുടങ്ങുന്നുണ്ടാവും. ഓക്കെ, സോ ഇതിൽ നിന്നൊരു വിഡ്രോവൽ പോലെ ഫീൽ ചെയ്യും. പല ആൾക്കാർക്കും നിങ്ങളെ കണക്ട് ചെയ്യാതെ വരുമ്പോഴൊക്കെ ഒരു വിഡ്രോവലായിട്ട് ഫീൽ ചെയ്യും. ബട്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ഒരു സെൽഫ് ഡിസ്കവറി എന്ന് പറയാം. നിങ്ങളെ തന്നെ തിരഞ്ഞെടുക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളെ തിരിച്ചറിയാൻ നിങ്ങൾ എടുക്കുന്ന ഒരു സമയമാണ് ഇനിയുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് ഈ സൺ കാർഡിൽ നിന്നും ഹെർമിറ്റിലേക്കുള്ള എനർജി എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി പോസിറ്റീവ് എനർജി. സോ നിങ്ങളുടെ ലൈഫിൽ ഫസ്റ്റ് ഒരു ക്ലാരിറ്റി വരുന്നു, അതിനുശേഷം നിങ്ങൾ അതിലേക്ക് പോവുകയും ചെയ്യുന്നു. ഓക്കെ, സോ നിങ്ങളിവിടെ റിലീസ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. ഇറ്റ്സ് എ 9 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു കാർഡാണ്. ബിക്കോസ് ഇറ്റ്സ് എ പോസിറ്റീവ് കാർഡാണ്. ദെൻ അവിടെ എന്താണ് നമ്മൾ റിലീസ് ചെയ്യേണ്ടത്? നിങ്ങൾക്ക് പലപ്പോഴും ലൈഫിൽ തോന്നുന്നുണ്ടാവും എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്യണം എന്നുള്ളത്. അതായത് ഒറ്റയ്ക്ക് പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്തു തീർക്കാൻ പറ്റുമായിരിക്കും, പക്ഷേ അത് നിങ്ങൾക്കിവിടെ ഒന്ന് റിലീസ് ചെയ്യേണ്ട കാര്യമുണ്ട്. നിങ്ങൾ വളരെയധികം ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. ഓക്കെ, പക്ഷേ എനിക്കാർക്കും വേണ്ട, എനിക്ക് ആരും ഇനി വേണ്ട, എൻ്റെ ലൈഫിൽ ഇനി ആരും വേണ്ട എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾ റീതിങ്ക് ചെയ്യണം. കാരണം ഈ ഒരു എനർജി നിങ്ങൾക്ക് വന്നിരിക്കുന്നത് സെൽഫ് പ്രൊട്ടക്ഷൻ്റെ ഭാഗമായിട്ടാണ്. മേ ബി പല റിലേഷൻഷിപ്പുകളിൽ നിന്നും നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള നിരാശകളായിരിക്കാം നിങ്ങൾ ഈ ഒരു എനർജിയിൽ എത്തിച്ചിരിക്കുന്നത്. ഓക്കെ, ഇമോഷണലി നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആവുക, സോഷ്യലി അല്ല. ഓക്കെ, എല്ലാവരുമായിട്ടും ഒരു അകൽച്ച എന്ന് പറയുന്ന കാര്യം നിങ്ങൾക്ക് വേണ്ട. ഓക്കെ, എവറിത്തിങ് നിങ്ങളുടെ കൺട്രോളിൽ നിൽക്കണം എന്ന് നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങൾ നിങ്ങളുടെ കംഫർട്ടിന്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള അച്ചീവ്മെൻറ്റിനൊക്കെ നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്തോളൂ. പക്ഷേ ആരും ഇനി വേണ്ട എന്നുള്ള ഒരു എനർജിയിലേക്ക് നിങ്ങൾ പോകാൻ പാടില്ല. ഓക്കെ, സോ എല്ലാത്തിനും ഒരു ബൗണ്ടറി ഇടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം, അല്ലാതെ ആരും ഇനി വേണ്ടെന്ന് ചിന്തിക്കുന്നതല്ല. ഓക്കെ, നിങ്ങളെ കാത്തിരിക്കുന്ന ബ്ലെസ്സിങ് എന്താണെന്ന് നോക്കാം. സോ ഇവിടെ ബ്ലെസ്സിങ് എന്ന് പറയുന്നത് 7 ഓഫ് കപ്സിൻ്റെ കാർഡാണ്. സോ നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് വരാൻ പോകുന്നുണ്ട്. ഓക്കെ, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ്. അതായത് ചിലപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഒന്നും കാണാതെ നിങ്ങളിരിക്കുകയായിരിക്കും. നിങ്ങൾക്ക് ഇമോഷണലി ഒരാളോട് ഓപ്പൺ ആകണം എന്ന് വിചാരിക്കുന്ന സമയത്ത് ഒരു മനുഷ്യരെയും ചിലപ്പോൾ നിങ്ങൾക്കൊന്ന് സംസാരിക്കാൻ പോലും കിട്ടിയെന്ന് വരില്ല. ആരോട് പറയണം, എങ്ങനെ പറയണം എന്ന് പോലും അറിയാത്ത സിറ്റുവേഷൻ. പക്ഷേ ഇതൊക്കെ മാറിയിട്ട് നിങ്ങളുടെ പുറകെ വരാൻ ആൾക്കാരുണ്ടാവാൻ പോവാണ്. നിങ്ങളിപ്പോൾ ഒരു കരിയറിൽ സ്റ്റക്കായി നിൽക്കുവാണ്, എന്ത് ചെയ്യും, ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നില്ല എന്നോർത്ത് വിഷമിക്കുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ പുറകെ ഇനി ഓപ്പർച്യൂണിറ്റീസ് വരാൻ പോവാണ്. സോ നിങ്ങൾക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കുറേ കാര്യങ്ങൾ ലൈഫിലേക്ക് വരാൻ പോവാണ്. സോ ഇതിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വന്നേക്കാം. ഏത് വേണമെന്ന് കൺഫ്യൂഷൻ വരാൻ പോകുന്നൊരു ടൈമിലേക്കാണ് ഇനി നിങ്ങൾ പോകാൻ പോകുന്നത്. സോ അവിടെ നിങ്ങൾ വൈസായിട്ട് ചൂസ് ചെയ്യുക, നിങ്ങൾക്ക് എന്ത് വേണം വേണ്ട. ഇപ്പോൾ നിങ്ങളെ മൈൻഡ് ചെയ്യാത്ത പല ആൾക്കാരും അന്നേരം ഇരുകരങ്ങളും നീട്ടി നിങ്ങളിലേക്ക് ഓടി വന്നേക്കാം. അപ്പോൾ നിങ്ങൾ അവരിൽ ആരെ സെലക്ട് ചെയ്യണം, സെലക്ട് ചെയ്യേണ്ട എന്നുള്ള കാര്യം നിങ്ങൾ തീരുമാനിക്കുക. ഓക്കെ, ആൻഡ് നിങ്ങളുടെ ഫൈനൽ ഔട്ട്കം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. സോ ഇവിടെ നിങ്ങളോട് പറയുന്നത് ഫൂൾ എന്ന് പറയുന്ന ഒരു മേജർ അർക്കാന കാർഡാണ്. അതായത് നിങ്ങളുടെ ലൈഫിൽ പ്രത്യേകിച്ച് മാറ്റം വരുന്ന കാര്യങ്ങളൊക്കെ മേജർ അർക്കാന കാർഡ്സാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിലൊരു പുതിയ ബിഗിനിങ് എന്ന് പറയുന്നത് ഷുവറാണ്. നിങ്ങൾ ധൈര്യത്തോടെ നിങ്ങളുടെ ആ ഒരു ജേണിയിൽ വിശ്വസിച്ച് നിങ്ങൾ മുന്നോട്ട് പോകും. ഇവിടെ നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്തിട്ടുള്ള, നിങ്ങൾക്ക് വേണ്ടാത്ത എല്ലാ ഭാരങ്ങളും നിങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് ഈ യൂണിവേഴ്സിനെ വിശ്വസിച്ചായിരിക്കും നിങ്ങൾ മുന്നോട്ട് പോകാൻ പോകുന്നത്. സോ ഇവിടെ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ആ പോകുന്ന ആ ഒരു യാത്രയെ വിശ്വസിക്കുക. എന്താണ് അടുത്തതെന്ന് ആലോചിച്ച് നിങ്ങൾ പേടിക്കേണ്ട. നിങ്ങളുടെ ആ ഒരു യാത്രയെ വിശ്വസിച്ച് മാത്രം മുന്നോട്ട് പോവുക. ഓക്കെ, നിങ്ങളുടെ ലൈഫ് ഒന്നുകൂടി നിങ്ങൾ ആസ്വദിക്കാൻ പോവാണ്. ചിലപ്പോൾ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ലൈഫിൽ ചെയ്യില്ല എന്ന് വിചാരിച്ച കാര്യങ്ങൾ പോലും ഇനി എക്സ്പീരിയൻസ് ചെയ്യാൻ, അത്രയും റിസ്ക് എടുക്കാൻ പോലും നിങ്ങൾ തയ്യാറായിരിക്കും. സോ ഇവിടെ ഒരു പ്രോഗ്രസ് ആണ് ശരിക്കും പറഞ്ഞാൽ കാണിക്കുന്നത്. പക്ഷേ ഇവിടെ നിങ്ങൾ ഈ റിസ്ക് എടുക്കേണ്ടി വരും പലപ്പോഴും. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങണം. എങ്കിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ആ ഒരു എനർജിയിലേക്ക് പോകാൻ പറ്റുക. സോ ഇവിടെ എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു മേജർ ലൈഫ് ട്രാൻസ്ഫോർമേഷൻ ജേർണി തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എന്തുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ ഒരു ക്യാരക്ടറിലേക്ക് എത്തി, എന്താണ് നിങ്ങളുടെ റിഗ്രറ്റ്, നിങ്ങൾക്ക് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്, നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ മാറാൻ പോകുന്നു, നിങ്ങൾ മാറുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ ലഭിക്കും എന്നൊക്കെയുള്ളൊരു റീഡിംഗ് ആണിത്. ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിൽ അറിയിക്കുക. താങ്ക് യു സോ മച്ച്. നമുക്ക് അടുത്ത റീഡിങ്ങുമായിട്ട് കാണാം.